നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി വന്ന വാർത്ത ഭൂഗർഭ റെയിൽപാതയ്ക്ക് മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം ലഭിച്ചു എന്നതാണ്. ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാലരാമപുരത്തു നിന്ന് വിഴിഞ്ഞത്തേക്ക് വരുന്ന റെയിൽപാതയുടെ 70% ഭൂമിക്കടിയിലൂടെ ആയിരിക്കും കടന്നുപോകുന്നത്. 10.7 കിലോമീറ്ററാണ് പാതയുടെ മൊത്തം നീളം വരുന്നത്. ഇതിൽ 9.02 കിലോമീറ്ററോളം ഭൂഗർഭ ടണലായിരിക്കും. ബാലരാമപുരം മുടവൂർപ്പാറ ഭാഗത്തു നിന്ന് ആരംഭിച്ച് വിഴിഞ്ഞം തുറമുഖത്തിന്റെ 180 മീറ്റർ അടുത്ത് വരുന്ന തരത്തിലാണ് ഈ പാത നിർമ്മിക്കുന്നത്. കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് ഇതിന്റെ നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരാണ് റെയിൽപാത നിർമ്മിക്കുന്നത്. 2028 പൂർത്തിയാക്കും എന്നാണ് ലക്ഷ്യമിടുന്നത്. 1482 കോടിയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ സ്ഥലമേറ്റെടുപ്പിന് 198 കോടിയാണ് ചെലവ്. 3 വർഷം മുൻപ് ഈ പാതയ്ക്ക് ദക്ഷിണ റെയിൽവേയുടെ അംഗീകാരം ലഭിച്ചിരുന്നു. അതുകൂടാതെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയും ലഭിച്ചിരുന്നു. ആ സമയത്ത് ഈ ചാനലിൽ ഇതിനെക്കുറിച്ചുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2018 തീവണ്ടി പാതയുടെ സാധ്യതാ പഠനത്തിനും നിർമ്മാണത്തിനുമായി കൊങ്കൺ റെയിൽ കോർപ്പറേഷനുമായി വിഴിഞ്ഞം തുറമുഖ കമ്പനി ധാരണാപത്രം ഒപ്പിട്ടത്. അന്ന് 1032 കോടിയാണ് നിർമ്മാണ ചെലവ് കണക്കാക്കിയത്. തറനിരപ്പിൽ നിന്ന് 15 മുതൽ 30 മീറ്റർ വരെ ആഴത്തിലായിരിക്കും ഈ പാത കടന്നുപോകുന്നത്. ഇനി ഇതിനായി മറ്റു ക്രമീകരണങ്ങൾ കൂടി ഒരുക്കേണ്ടതുണ്ട്. ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ വികസനമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ സിഗ്നലിംഗ് സ്റ്റേഷനാക്കി മാറ്റും. നിലവിലുള്ളതിൽ നിന്നും നെയ്യാറ്റിൻകര ഭാഗത്തേക്ക് അല്പം മാറിയായിരിക്കും ഇത് വരിക. മറ്റൊന്ന് ഒരു കണ്ടെയ്നർ ടെർമിനൽ സ്ഥാപിക്കുക എന്നതാണ്. ഇതിനായി 20 മുതൽ 35 ഏക്കർ സ്ഥലം വരെ വേണ്ടിവരും. ഇതിനോടൊപ്പം സ്വകാര്യ കമ്പനികളും കണ്ടെയ്നർ ടെർമിനലുകൾ സ്ഥാപിക്കുവാനുള്ള താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. MSC ഷിപ്പിംഗ് കമ്പനി 300 കോടി ചെലവിൽ ഒരു കണ്ടെയ്നർ ടെർമിനൽ നിർമ്മിക്കുന്നു എന്നൊരു വാർത്ത വന്നിരുന്നു. ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ ദക്ഷിണ റെയിൽവേയുടെ സഹകരണവും അത്യാവശ്യമാണ്. അതിനായുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഈ പാത യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ ഇന്ത്യയിലെ വലിയ 3ാമത്തെ റെയിൽവേ ടണലായി ഇത് മാറും. ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള 12.75 കിലോമീറ്റർ, പീർ പഞ്ചാൽ 11.2 കിലോമീറ്റർ എന്നിവയാണ് ഇന്ത്യയിലെ മറ്റു വലിയ തുരങ്കപാതകൾ. ചിലവ് കുറഞ്ഞ ആധുനിക ഡ്രില്ലിംഗ് സാങ്കേതിക വിദ്യയായിരിക്കും തുരങ്ക നിർമ്മാണത്തിനായി പ്രയോജനപ്പെടുത്തുന്നത്. തുരങ്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വേണ്ടിവരുന്ന ഭൂമിയുടെ കണക്ക് ഇപ്രകാരമാണ്. ബാലരാമപുരം, അതിയന്നൂർ, പള്ളിച്ചൽ, വിഴിഞ്ഞം എന്നിവിടങ്ങളിൽ നിന്നായി 6.04 ഹെക്ടർ വേണ്ടിവരും. വിഴിഞ്ഞം ഭാഗത്ത് 2.04 ഏക്കർ, ബാലരാമപുരം, പള്ളിച്ചൽ വില്ലേജുകളിൽ നിന്ന് 4.07, 7.36 ഏക്കർ, അതിയന്നൂരിൽ നിന്ന് 2.39 ഏക്കർ എന്നിങ്ങനെയാണ് ഇതിന്റെ കണക്ക്. സർക്കാർ വിജ്ഞാപനം ഇറങ്ങുന്ന മുറയ്ക്ക് പദ്ധതി നിർമ്മാണ രൂപരേഖ തയ്യാറാക്കും. അതിനുശേഷം കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ നിർമ്മാണ നടപടികളിലേക്ക് കടക്കും. ഇതിനായുള്ള നിർമ്മാണ ടെൻഡർ നടപടികളും ഉടൻ തുടങ്ങും. വരുന്ന 2-3 മാസങ്ങൾക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും എന്നാണ് വാർത്ത. ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ പതിവായി വരുന്നുണ്ടെങ്കിലും ഇതിനായുള്ള ധനവിനിയോഗം എങ്ങനെയായിരിക്കും എന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. തുരങ്കപാതയ്ക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. നഷ്ടപരിഹാര വിതരണത്തെക്കുറിച്ചുള്ള വ്യക്തത ഇനിയും വന്നിട്ടില്ല. ഇതിനോടൊപ്പം ഔട്ടർ റിംഗ് റോഡിന്റെ അനിശ്ചിതത്വവും തുടരുകയാണ്. നഷ്ടപരിഹാര വിതരണം ഉടൻ ആരംഭിക്കും എന്ന് കഴിഞ്ഞ മാസം അറിയിപ്പ് വന്നെങ്കിലും പിന്നീട് ഒന്നും സംഭവിച്ചതുമില്ല. ഒരു വശത്ത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനം പുതിയ റെക്കോർഡുകൾ നേടി മുന്നോട്ട് പോകുകയാണ്. 200-ലധികം കപ്പലുകളും 3 ലക്ഷത്തിലധികം കണ്ടെയ്നർ നീക്കവും നടന്നു കഴിഞ്ഞു. അന്താരാഷ്ട്ര ജേഡ് സർവീസിൽ വിഴിഞ്ഞം ഉൾപ്പെടുകയും ചെയ്തു. ഒരു കാര്യം ഈ അവസരത്തിലൊന്ന് സൂചിപ്പിക്കട്ടെ. വിഴിഞ്ഞവും ദേശീയപാതയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡ്, ക്ലോവർ ലീഫ് ജംഗ്ഷൻ, ഔട്ടർ റിംഗ് റോഡ്, ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ ഇവയെല്ലാം കൂടിച്ചേരുമ്പോൾ മാത്രമേ നാടിന്റെ വികസന കുതിപ്പ് ഉണ്ടാകുകയുള്ളൂ. ആ കാര്യങ്ങളിൽ ഒരു മെല്ലെപ്പോക്ക് കാണുന്നത് വളരെ നിരാശയുണർത്തുന്നുണ്ട്. കണ്ടെയ്നറുകൾ എന്നാണ് ഇനി റോഡിലൂടെ നീക്കം നടത്തുന്നത് എന്നത് കാണുവാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എല്ലാം പോസിറ്റീവായി മാത്രം ചിന്തിക്കുകയാണ്. പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം കാലതാമസം കൂടാതെ പൂർത്തിയാക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു പുതിയ അപ്ഡേറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുതേ.